ഒരു പൂ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ മാത്രം വരയ്ക്കാൻ അറിയുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൂ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതും ഒന്നും രണ്ടും അല്ല, ടോട്ടൽ 4 വെറൈറ്റീസ് ഓഫ് പൂക്കളാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഞാൻ ആദ്യം കാണിച്ച പോലത്തെ കുറച്ച് ഷേപ്പുകൾ നമുക്കൊന്ന് വരച്ചെടുക്കണം. ഒരു പേജിൽ തന്നെയാണ് ഞാൻ 4 പൂക്കളും വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഡ്രോയിങ്ങിൽ എന്നെ പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഐഡിയാസ് ഒക്കെ എന്തായാലും നല്ല യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. അതുപോലെ നമ്മളുടെ ചാനലിൽ ഒരു ചെറിയ ഗിവ് അവേ വരുന്നുണ്ട്. അതിന്റെ വിന്നറിനെ ഈ മാസം 20-ാം തീയതിയാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിന്നർ ആവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ വീഡിയോസിനൊക്കെ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇത് ചെറിയ ഗിവ് അവേ ആണ്. നമ്മളുടെ ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗിവ് അവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ 10 പേർക്കാണ് കേട്ടോ ടോട്ടൽ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗിവ് അവേ നമുക്ക് പെട്ടെന്ന് നടത്താം. നമ്മുടെ എല്ലാ വീഡിയോസിനും ലൈക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാരാണ് വിന്നർ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. പറയാൻ പറ്റില്ല, നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിന്നർ നിങ്ങളായാൽ അടിപൊളിയാവില്ലേ. അപ്പോൾ അതാ നമ്മളുടെ ഫ്ലവേഴ്സ് വരയ്ക്കൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4 വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് വരച്ചിട്ടുള്ളത്. ഇനി മുതൽ നമ്മൾ പണ്ട് വരയ്ക്കുന്ന പോലെ ഒന്നും വരയ്ക്കണ്ട. ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട.